കഴിഞ്ഞ ക്ലാസ്സുകളിൽ ബിജു സാറും ബിന്ദു ടീച്ചറും തേർഡ് മോഡ്യൂളിൻ്റെ പോർഷൻസ് ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞു. അസൈൻമെൻറ്റ്സ് എല്ലാവരും സബ്മിറ്റ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. മാർച്ച് 17 എക്സാം ആണെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞല്ലോ. അപ്പോൾ കഴിഞ്ഞ പോർഷൻസ് വൃത്തിയായിട്ട് പഠിക്കുക, സംശയങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. നമുക്കിന്ന് ഒരു പുതിയ ടോപ്പിക്ക് പഠിക്കാം. നമുക്കറിയാം, സാമൂഹികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും വ്യക്തിപരമായിട്ടും ഒരു സ്പെഷ്യൽ കെയർ ആവശ്യമുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനായ ഡിമെൻഷ്യ അല്ലെങ്കിൽ സ്മൃതിനാശം, മറവി രോഗം എന്നൊക്കെ അറിയപ്പെടുന്ന കണ്ടീഷനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോണത്. ഇതിനകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ളത് എന്താണ് ഡിമെൻഷ്യ, എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്, എന്തൊക്കെയാണ് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്, പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, കെയർ ഗൈഡ്, എങ്ങനെ നമുക്ക് ഇവരെ കെയർ ചെയ്യാം, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. മാഡ്നസ് എന്നർത്ഥം വരുന്ന ഡെമൻസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിമെൻഷ്യ എന്ന വാക്കുണ്ടായത്. ഡിമെൻഷ്യ is a general term for a decline in mental ability severe enough to interfere with the daily life. എന്ന് വെച്ചാൽ തലച്ചോറ് രോഗബാധിതമാവുകയും തലച്ചോറിൻ്റെ ധർമ്മങ്ങൾ ശരിയായി നടത്താൻ കഴിയാതെ വരികയും ചെയ്യുന്നതോടെ ഒരാൾക്ക് ദൈനംദിന പ്രവൃത്തികൾ നടത്താൻ കഴിയാതെ വരുന്നു. ഈ അവസ്ഥയാണ് നമ്മൾ ഡിമെൻഷ്യ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് വ്യക്തമാക്കാം. മറവി. ഈ മറവി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ മറവി നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ ആ അവസ്ഥയെ അല്ലെങ്കിൽ ആ കണ്ടീഷനെ ഡിമെൻഷ്യ എന്നതിലോട്ട് ഉൾപ്പെടുത്തുന്നത്. ഡിമെൻഷ്യ തന്നെ പല ടൈപ്പുണ്ട്. അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡിമെൻഷ്യയാണ് അൽഷിമേഴ്സ് ഡിസീസ്. അൽഷിമേഴ്സ് ഡിസീസ് ബാധിച്ച രോഗികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവരുടെ ജീവിതം കുറച്ചുകൂടെ സുഗമമാക്കുന്നതിനും വേണ്ടിയിട്ട് എല്ലാ വർഷവും സെപ്റ്റംബർ 21 വേൾഡ് അൽഷിമേഴ്സ് ഡേ ആയിട്ട് ആചരിക്കാറുണ്ട്. അടുത്തത് നമുക്ക് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. WHO കണക്കിൻ പ്രകാരം ഏകദേശം 50 മില്യൺ ജനങ്ങൾക്ക് ഡിമെൻഷ്യ ബാധിച്ചിട്ടുണ്ട് ലോകത്താകമാനം. ഓരോ വർഷവും 10 മില്യൺ ആൾക്കാർ അല്ലെങ്കിൽ 10 ദശലക്ഷം ആൾക്കാർക്ക് ഡിമെൻഷ്യ ബാധിക്കുന്നുമുണ്ട്. ഡിമെൻഷ്യ മെയിൻലി അഫക്ട്സ് ഓൾഡർ പീപ്പിൾ. ഇറ്റ് ഈസ് നോട്ട് എ നോർമൽ പാർട്ട് ഓഫ് ഏജിങ്. ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഒരിക്കലും വാർദ്ധക്യത്തിൻ്റെ ഭാഗമല്ല. പക്ഷേ വാർദ്ധക്യകാലത്ത് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നു. എന്ന് വെച്ച് ചെറുപ്പക്കാർക്കും ഇത് ഉണ്ടാകാറുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് വാർദ്ധക്യകാലത്താണ്. 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് സാധാരണ ഇതിൻ്റെ കണ്ടീഷൻസ് കൂടുതൽ സിവിയറായിട്ട് വരുന്നത്. 65 വയസ്സ് കഴിയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓരോ 5 വർഷം കൂടുമ്പോഴും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡിമെൻഷ്യ ഈസ് യൂഷ്വലി നോട്ട് എ ഹെറിഡിറ്ററി കണ്ടീഷൻ. സാധാരണഗതിയിൽ ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ രോഗാവസ്ഥയല്ല. പക്ഷേ ചില അംഗങ്ങൾക്ക് ഇത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണാറുണ്ട്. അതുപോലെ തന്നെ ഇതൊരു മാനസിക രോഗമല്ല, മറിച്ച് മാനസിക രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന നാഡീകോശങ്ങളെ ബാധിക്കുന്ന ഒരു ശാരീരിക അവസ്ഥയാണ്. Similarly, it is a major cause of dependency and disability among older people. വയസ്സായവർ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു കണ്ടീഷനാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. അതിനകത്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റിവേഴ്സിബിൾ ആയിട്ടുള്ള കോസസ് ഉണ്ട്. അത് ഫോർ എക്സാമ്പിൾ തൈറോയിഡിൻ്റെ പ്രശ്നം മൂലമാണ് ഡിമെൻഷ്യ ഉണ്ടാകുന്നതെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ചില അവസ്ഥകളിൽ ഈ കണ്ടീഷനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഏകദേശം 90 to 95% കേസിലും ഇതിന് ശാശ്വതമായിട്ടുള്ളൊരു പ്രതിവിധിയില്ല. റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് ഡിമെൻഷ്യ. ഫസ്റ്റ് വൺ ഈസ് അഡ്വാൻസ്ഡ് ഏജ്. നേരത്തെ നമ്മൾ പറഞ്ഞു, എസ്പെഷ്യലി 65 വയസ്സ് കഴിഞ്ഞവർക്ക് ഡിമെൻഷ്യ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് സ്ട്രോക്ക് എന്ന് പറയുന്നത് തലയിലേക്ക് ആവശ്യത്തിനുള്ള രക്തം കിട്ടാതെ വരുമ്പോൾ അത് ഒന്നീ ബ്ലഡ് വെസൽ പൊട്ടുന്നത് മൂലമോ അല്ലെങ്കിൽ ബ്ലഡ് വെസലിന് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാകുന്നത് മൂലമോ ആവശ്യത്തിന് രക്തം കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന കണ്ടീഷനാണ് സ്ട്രോക്ക്.
സ്ട്രോക്ക് ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ഒന്നിലധികം തവണയോ വരുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡിമെൻഷ്യ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സ്മോക്കിംഗ്, ക്രോണിക് സ്മോക്കർ ആയിരിക്കുക അല്ലെങ്കിൽ ക്രോണിക് ആൽക്കഹോളിക് ആയിരിക്കുക, ഇത് രണ്ടും പിന്നീട് ഡിമെൻഷ്യ വരാൻ കാരണമായേക്കാം. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ് ഇതുപോലെ അസുഖമുള്ള ആൾക്കാർ, എസ്പെഷ്യലി അത് കൺട്രോൾ ചെയ്യാത്തതാണെങ്കിൽ അവർക്കും പിന്നീട് അത് ഡിമെൻഷ്യ എന്ന കണ്ടീഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തലയ്ക്കുണ്ടാകുന്ന ഇഞ്ചുറി അല്ലെങ്കിൽ ക്ഷതങ്ങൾ, തലയ്ക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻ, അണുബാധ, ഇതും ഡിമെൻഷ്യ എന്ന കണ്ടീഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഉപയോഗിക്കുന്ന ചില മെഡിസിൻസ് എന്ന് പറയുന്ന ആൻറ്റി കോളിനർജിക് മെഡിസിൻസാണ് കൂടുതലും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഡിമെൻഷ്യ എന്ന രോഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇത്രയാണ് റിസ്ക് ഫാക്ടേഴ്സ്. സോ റിസ്ക് ഫാക്ടേഴ്സ് ആർ അഡ്വാൻസ്ഡ് ഏജ്, സ്ട്രോക്ക്, ഹിസ്റ്ററി ഓഫ് സ്മോക്കിംഗ്, ആൽക്കഹോളിസം, ഹൈപ്പർ ടെൻഷൻ, diabetes, head injury, infection, certain drugs. Next is signs and symptoms of dementia. First one is gradual loss of memory, especially recent events that disrupts daily life. ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലുണ്ടാകുന്ന ക്രമേണ വർദ്ധിച്ചു വരുന്ന ഓർമ്മക്കുറവ്. ഓർമ്മക്കുറവ് നമ്മുടെ എല്ലാവർക്കും ഉണ്ടാകാം. പക്ഷേ ഇവരുടെ ഈ അസുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങൾ മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മെമ്മറിയിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തേക്കുന്ന കാര്യങ്ങൾ അവർക്ക് റീകോൾ ചെയ്തെടുക്കാൻ പറ്റും. ഉദാഹരണം, 10 മണിക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർ ആ കാര്യം മറന്നുപോകും. ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നേ ഇവർ പറയുള്ളൂ. അതേസമയം 10-20 വർഷം മുമ്പ് നടന്ന അവരുടെ കല്യാണമോ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യമോ ഒക്കെ ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് പറയും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഈ അസുഖത്തിൻ്റെ പ്രത്യേകത. അത് ഇനിഷ്യൽ സ്റ്റേജിൽ പഴയ കാര്യങ്ങളൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അസുഖത്തിൻ്റെ സിവിയറിറ്റി കൂടുന്നതനുസരിച്ച് പഴയ കാര്യങ്ങളും അവർ മറന്നു പോകും. സോ ഫസ്റ്റ് സിംറ്റം ഈസ് ഗ്രാജുവൽ ലോസ് ഓഫ് മെമ്മറി, എസ്പെഷ്യലി റീസെൻറ്റ് ഈവൻറ്റ്സ് ദാറ്റ് ഡിസ്റപ്റ്റ്സ് ഡെയിലി ലൈഫ്. നെക്സ്റ്റ് ഈസ് ഡിസോറിയൻറ്റേഷൻ, സ്ഥലകാലബോധം നഷ്ടപ്പെടുക. തേർഡ് വൺ ഈസ് ഡിഫിക്കൽട്ടി ഇൻ കംപ്ലീറ്റിംഗ് ഫെമിലിയർ ടാസ്ക്, പരിചയമുള്ള ഒരു ജോലി അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരിക. അല്ലെങ്കിൽ നമ്മൾ പരിചിതമായ ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ ആ വ്യക്തി നടക്കുന്ന സ്ഥലത്തായിരിക്കും, പക്ഷേ വഴിതെറ്റി പോവുക. ഇടയ്ക്ക് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താണ് അടുത്ത പറയേണ്ടതെന്നറിയാം, അവിടെ വെച്ച് നിർത്തുക അല്ലെങ്കിൽ ടോപ്പിക്ക് ഡൈവേർട്ട് ചെയ്ത് പോവുക. ഓക്കെ, ദെൻ കൺഫ്യൂഷൻ, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക. ദെൻ ബീയിങ് റെപ്പറ്റിറ്റീവ് എന്ന് വെച്ചാൽ ഒരു കാര്യം തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം മുഴുവൻ വേണമെങ്കിൽ അവർ ചോദിക്കും. നമ്മൾ ഒരു പ്രാവശ്യം ചോദിച്ചു, അതിന് ആൻസർ പറഞ്ഞു, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ ചോദിക്കും. ഓക്കെ, അവർ ചോദിച്ചെന്നോ അതിന് ആൻസർ കിട്ടിയെന്നോ അവർ മറന്നു പോകുന്നതാണ് അതിനുള്ള കാരണം. അതിങ്ങനെ റിപ്പറ്റീറ്റീവായിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് സിംറ്റം ഈസ് ബിഹേവിയറൽ ആൻഡ് പേഴ്സണാലിറ്റി ചേഞ്ചസ്, സ്വഭാവത്തിലും വ്യക്തിത്വത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരിക, സെക്ഷലി ഡിവേറ്റഡ് ബിഹേവിയർ കാണിക്കുക. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന സ്വഭാവത്തിലും നമ്മുടെ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ദെൻ ലെസ് അറ്റൻഷൻ ടു ഗ്രൂമിങ് ഓർ കീപ്പിംഗ് ദംസെൽസ് ക്ലീൻ, വ്യക്തി ശുചിത്വത്തിൽ ഒരു പ്രാധാന്യം കൽപ്പിക്കാതിരിക്കുക, കുളിക്കുന്നതിനോ അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ധരിക്കുന്നതിനോ ഒരു താല്പര്യമില്ലാതിരിക്കുക. അത് അവർക്ക് അസുഖത്തിൻ്റെ സിവിയറിറ്റി മൂലമാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. ദെൻ വിഡ്രോവൽ ഫ്രം സോഷ്യൽ ആക്ടിവിറ്റീസ്, സാമൂഹികപരമായ ഒരു ആക്ടിവിറ്റീസിലും പങ്കെടുക്കാതെ ഉൾവലിഞ്ഞിരിക്കുക. നേരത്തെ നല്ല ആക്റ്റീവായിരുന്ന ആളായിരിക്കാം, എല്ലാത്തിലും പങ്കെടുക്കുന്ന ആളായിരിക്കാം, പക്ഷേ ഈ അസുഖം വന്നതിന് ശേഷം ഇതിനകത്ത് നിന്നെല്ലാം മാറി ഉൾവലിഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് പോകും. ദെൻ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, ഉറക്കത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാകാം. രാത്രിയിൽ ഉറക്കം ഇല്ലാതിരിക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ക്ഷീണം, അതുമൂലം എന്തായിട്ടും റിപ്പീറ്റഡ് ഫോൾസ് ഓർ ഫെയിൻറ്റിങ്, തലകറക്കം വരാം, വീണ്ടും വീഴാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ടുള്ള ലക്ഷണങ്ങളെന്ന് പറയുന്നത്. സോ സൈൻസ് ആൻഡ് സിംറ്റംസ് include gradual loss of memory, disorientation,
difficulty in completing familiar tasks, confusion, being repetitive, behavioral and personality changes, less attention to grooming or keeping themselves clean, withdrawal from social activities, sleep disturbances, repeated falls or fainting. ഡെമൻഷ്യ ബാധിച്ച രോഗിക്ക് കെയർ കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഡെയിലി റുട്ടീൻ ക്യാൻ ബി മെയ്ഡ് സിമ്പിൾ, ഫ്ലെക്സിബിൾ ആൻഡ് ഈസി. അവരുടെ ദിനചര്യകൾ ലളിതവും എളുപ്പവുമാകുന്ന രീതിയിൽ ക്രമീകരിക്കുക. അസുഖത്തിന് മുമ്പ് എന്തൊക്കെ ദിനചര്യകളാണ് ആ വ്യക്തി ഫോളോ ചെയ്തിരുന്നത് അത് തന്നെ അസുഖത്തിന് ശേഷവും തുടരാനായിട്ട് ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, രാവിലെ അവർ എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് ചിലപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളതായിരിക്കും. ഈ അസുഖം വരുമ്പോഴും അത് തന്നെ അവരെ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഈസ് എൻകറേജ് സെൽഫ് ഡൂയിങ്, അലൗ ടൈം ഫോർ ബ്രേക്സ് ഡ്യൂറിങ് ടാസ്ക്. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കരുത്. എവിടെയാണോ സഹായം ആവശ്യമായിട്ട് വരുന്നത് അവിടെ ആവശ്യത്തിനുള്ള സപ്പോർട്ട് കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അസുഖത്തിന് മുമ്പ് അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പം അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്ഷീണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് അവർക്ക് ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കുക. അതിനുശേഷം അടുത്തത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവൈഡ് സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ്. കാര്യങ്ങൾ അവർക്ക് ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കുക. ദെൻ ബ്രേക്ക് ഡൗൺ ആക്ടിവിറ്റീസ് ഇൻറ്റു സീരീസ് ഓഫ് സ്റ്റെപ്സ്. നേരത്തെ പറഞ്ഞു, മറവി അവരുടെ പ്രധാന പ്രശ്നമാണ്. അപ്പോൾ നമ്മളൊരു കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബ്രഷ് ചെയ്യുന്ന കാര്യം തന്നെ ആദ്യം നമ്മൾ ബ്രഷ് എടുക്കണം, പേസ്റ്റ് അതിനകത്തിടണം. ചില ബ്രഷ് എടുത്തുകൊണ്ട് വരുമ്പോൾ ബാക്കി എന്ത് ചെയ്യണമെന്നുള്ളവർക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പേസ്റ്റ് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോ ആക്ടിവിറ്റീസും ചെറിയ ചെറിയ സ്റ്റെപ്പാക്കി ചെയ്യാനായിട്ട് അവർക്ക് ആവശ്യത്തിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. ദെൻ എൻകറേജ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ഡെമൻഷ്യ ബാധിച്ച ആൾക്കാർക്ക് ഇത് മാത്രമായിരിക്കത്തില്ല അവരുടെ പ്രശ്നം, വേറെ അസുഖങ്ങളും ഉണ്ടാകാം. ഫോർ എക്സാമ്പിൾ, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഇതുപോലുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടാകാം. അപ്പോൾ നമ്മൾ സമയാസമയങ്ങളിൽ വൈദ്യപരിശോധന നടത്തുക. അതിനാവശ്യത്തിനുള്ള മരുന്നുകളും മറ്റ് കെയറുകളും തീർച്ചയായും നൽകാൻ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ പുകവലി, മദ്യപാനം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. പിന്നെ ചെറിയ ചെറിയ എക്സസൈസുകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എക്സസൈസ് എന്ന് പറയുമ്പം മനസ്സിനുള്ള എക്സസൈസും ഉണ്ടായിരിക്കണം, ശരീരത്തിനുള്ള എക്സസൈസും ഉണ്ടായിരിക്കണം. ദെൻ മെയിൻറ്റെയിൻ ഡിഗ്നിറ്റി. ഈ അസുഖത്തിന് ആവശ്യമായിട്ടുള്ള കെയർ കൊടുക്കുക. ഈ അസുഖം വരുന്നത് മൂലം രോഗി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലപ്പം ഈ കെയർ കൊടുക്കുന്ന ആൾക്കാരുടെ പേരോ അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു നന്ദി വാക്ക് പോലും അവർ പറയണമെന്നില്ല. നമ്മുടെ ബന്ധുക്കളുടെ പേര് അവർക്ക് ഓർക്കുന്നുണ്ടാവത്തില്ല. അത് അസുഖത്തിൻ്റെ ഭാഗമാണ്. അവിടെ ദേഷ്യപ്പെടാതെ ആ വ്യക്തിയെ തീർച്ചയായിട്ടും നമ്മൾ ബഹുമാനിക്കണം. അസുഖത്തിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടും കെയറും ഇത് കൊടുക്കുക. വ്യക്തിയുടെ അന്തസ്സ് നമ്മൾ തീർച്ചയായിട്ടും മാനിക്കണം. റിമെമ്പർ ദ ഗുഡ് ഓൾഡ് ഡേയ്സ്. നമ്മൾ ലക്ഷണങ്ങൾ പറഞ്ഞപ്പോൾ റീസെൻറ്റ് മെമ്മറി അവർക്കുണ്ടാവത്തില്ല. പക്ഷേ റിമോട്ട് പഴയകാല കാര്യങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ ഓർമ്മയുണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി സന്തോഷം ഉണ്ടാകും. അതുപോലെ തന്നെ കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് കാണിക്കുക, അവരോടത്ത് കളിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക. മെയിൻറ്റെയിൻ ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. രോഗിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ നർമ്മബോധത്തോടു കൂടി സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് അവരുടെ ടെൻഷൻ കുറയ്ക്കാനും സാധിക്കുന്നതായിരിക്കും. ഷെഡ്യൂൾ ദ മീൽ ആൻഡ് സ്നാക്ക് ടൈംസ് അറൗണ്ട് ദ സെയിം ടൈം എവറി ഡേ. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഒരു നിശ്ചിത സമയത്ത് ആഹാരം കൊടുക്കുന്നതിന് ശ്രദ്ധിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചയ്ക്കത്തുള്ള ഭക്ഷണമാണെങ്കിലും. ദെൻ സിറ്റ് ഡൗൺ ആൻഡ് ഈറ്റ് വിത്ത് യുവർ ലവ്ഡ് വൺ. ആഹാരം കഴിക്കുമ്പോൾ പറ്റുമെങ്കിൽ ഓരോ നേരമെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞ് ചെറുതായിരിക്കുമ്പോൾ അച്ഛനും അമ്മയും നമുക്ക് എങ്ങനെയാണോ ആഹാരം തന്നിരുന്നത്, സന്തോഷത്തിൽ കഥകളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി ആഹാരം തന്നിരുന്നത്, അതേ രീതിയിൽ തന്നെ അവർക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ നെവർ ലീവ് ദ പേഴ്സൺ അൺഅറ്റൻഡഡ് ഇൻ ദ ബാത്ത്. കുളിക്കാനായിട്ട് പോകുമ്പോൾ എപ്പോഴും നമ്മുടെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. കുളിക്കുമ്പോഴത്തേക്ക് ഇപ്പം അവർക്ക് ഇഷ്ടമുള്ള സോപ്പ് അല്ലെങ്കിൽ ടവൽ ഇങ്ങനെയുള്ള പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരു സ്റ്റൂൾ എടുത്ത് വെച്ചിട്ട് അതിനകത്തിരുന്ന് കുളിക്കാനായിട്ട്
പറയുക. അപ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അവരുടെ പ്രിഫറൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒറ്റയ്ക്ക് വിടാതിരിക്കുക. നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാകണം. ചൂസ് ലൂസ് ഫിറ്റിംഗ് കംഫർട്ടബിൾ ക്ലോത്ത്സ് വിത്ത് ഈസി സിപ്പേഴ്സ് ആൻഡ് മിനിമൽ ബട്ടൺസ്. ഇനി ഡ്രസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ബട്ടൺസ് കുറവുള്ള ഡ്രസ്സുകൾ കൂടുതലായിട്ട് കൊടുക്കുക. പിന്നെ സിപ്പേഴ്സ് ആണെങ്കിൽ അവർക്ക് ഇടാനായിട്ട് സൗകര്യം ഉണ്ടായിരിക്കും. ദെൻ പൈജാമാസ് പോലുള്ളത് കൂടുതൽ ഉപയോഗിക്കുക. ഇലാസ്റ്റിക് ബാൻഡുള്ള പൈജാമാസ് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ അതല്ല എന്നുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടാണെങ്കിൽ വെൽക്രോ, ബട്ടൺസിന് പകരം വെൽക്രോ ഒട്ടിച്ച് വയ്ക്കുന്ന രീതിയിലുള്ള ഇതുണ്ട്. അതാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ എന്താണോ സൗകര്യം അതിനനുസരിച്ചിട്ടുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈസി വിയറബിൾ ഡ്രസ് വിൽ ഹെൽപ്പ് നോട്ട് ടു യൂറിനേറ്റ് ഇൻ ദ ഡ്രസ്സ്. ലൂസ് ഫിറ്റിംഗ് ആയിട്ടുള്ള പൈജാമാസ് പോലുള്ളതാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകുമ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുക. റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് സോളിഡ് ഫുഡ് ബിഫോർ ഗോയിങ് ടു ബെഡ്. രാത്രി സമയത്ത് അധികം ഹെവി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാതിരിക്കുക. ലൈറ്റായിട്ടുള്ള ഫുഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ യോഗ ആൻഡ് മെഡിറ്റേഷൻ, നമ്മുടെ മനസ്സിന് റിലാക്സ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. ഡിമെൻഷ്യ ബാധിച്ച രോഗിയുടെ സുരക്ഷ വീട്ടിനകത്തും പുറത്തും ഉറപ്പാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇൻസ്റ്റോൾ ഹാൻഡ് റെയിൽസ് അറ്റ് ക്രിട്ടിക്കൽ ഏരിയാസ്. രോഗി നടന്നു പോകുന്ന ഭാഗത്ത് എന്ന് വെച്ചാൽ ബെഡ്റൂമിലും അടുത്ത് തന്നെ ബാത്റൂം ഉണ്ടെങ്കിൽ ആ ഭാഗത്തും ഹാൻഡ് റെയിൽസ് കണക്റ്റ് ചെയ്യുവാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ നടന്നു പോകാനൊക്കെ സൗകര്യമായിരിക്കും. ദെൻ മേക്ക് ഷുവർ ദ ഹൗസ് ഈസ് സേഫ്, ബ്ലോക്ക് ഓഫ് സ്റ്റെയർസ് വിത്ത് ഗേറ്റ്സ്, ലോക്ക് ദ കിച്ചൺ ഡോർ, പുട്ട് അവേ ഡേഞ്ചറസ് ഐറ്റംസ്. വീട് എപ്പോഴും സുരക്ഷിതത്വമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. രോഗി കിടക്കുന്ന റൂം നല്ല വെൽ വെന്റിലേറ്റഡ് റൂം, വായുസഞ്ചാരമുള്ള റൂമായിരിക്കണം. ദെൻ സ്റ്റെയർ കേസ് ഉള്ള വീടാണെങ്കിൽ മുകളിലോട്ട് കയറുന്ന സ്റ്റെയറിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഗേറ്റോ അല്ലെങ്കിൽ തടിയോ ഉപയോഗിച്ച് അവിടെ ബ്ലോക്ക് ചെയ്യുക. ദെൻ കിച്ചൺ ഡോറ് എപ്പോഴും ലോക്ക് ചെയ്തിടാൻ ശ്രദ്ധിക്കുക. കാരണം തീയുണ്ട്, ചൂടുവെള്ളം ഇപ്പോൾ ഉണ്ടാവും, അതല്ലെങ്കിൽ ആസിഡ്സ് അല്ലെങ്കിൽ മണ്ണെണ്ണ ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇതെല്ലാം അപകടം വരുത്തി വയ്ക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് കിച്ചൺ ഡോറ് പരമാവധി അടച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇങ്ങനെ അപകട സാധ്യതയുള്ള സാധനങ്ങൾ മാറ്റിവയ്ക്കുക. പ്രത്യേക ഒരു കണ്ടെയ്നറിനകത്ത് അല്ലെങ്കിൽ ലോക്കറിനകത്താക്കി സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ചെക്ക് വാട്ടർ ടെമ്പറേച്ചർ ബിഫോർ ബേത്തിങ്. കുളിക്കുന്നതിന് മുമ്പ് ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ നോക്കി കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്തണം. ടേക്ക് ഫയർ പ്രിക്കോഷൻസ്, അഥവാ തീപിടുത്തമുണ്ടായാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഹാവ് ദ പേഷ്യൻറ്റ് വിയേഴ്സ് ആൻ ID ബ്രേസ്ലെറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മറവിയാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷണം. അഥവാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരാനോ സ്വന്തം പേരോ അവർക്ക് അറിയത്തില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് പേഷ്യൻറ്റിന് ഡീറ്റെയിൽസ് എഴുതിയ, പേഷ്യൻ്റെ പേര്, അഡ്രസ്സ്, ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്, എന്താണ് അസുഖം എന്നെഴുതിയ ഒരു പേഷ്യൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ബ്രേസ്ലെറ്റ് കയ്യിൽ എപ്പോഴും ഒട്ടിച്ചു വയ്ക്കുക. പോക്കറ്റിലിട്ടാലും ചിലപ്പം പേഷ്യൻ്റ് കുനിയുമ്പോഴത്തേക്ക് താഴെ പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അഥവാ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണെങ്കിൽ തന്നെയും അറിഞ്ഞുകൂടെ തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ പറ്റും. Then tell your neighbors about the patient's wandering nature and make sure they have your phone number. അതുപോലെ നമ്മുടെ അയൽപക്കത്തുള്ള ആൾക്കാരുടെ അടുത്തും ഈ രോഗിയുടെ രോഗാവസ്ഥയെ പറ്റി പറഞ്ഞിരിക്കണം. നമ്മുടെ കോൺടാക്റ്റ് നമ്പർ അവരുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അഥവാ നമ്മുടെ കണ്ണ് വെട്ടിച്ച് പുറത്തിറങ്ങുവാണെങ്കിൽ നമ്മളെ ഈ രോഗിയെ തിരിച്ചെത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ മേക്ക് ടൈം ഫോർ റെഗുലർ എക്സസൈസ്. അവർക്ക് ആവശ്യത്തിനുള്ള എക്സസൈസ് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചിരിക്കണം. നമ്മൾ മെനക്കെട്ടിരുന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവർ ന്യൂസ് പേപ്പർ വായിക്കുന്നതാണെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കാനുള്ള സൗകര്യം ഒരുക്കുക. TV കാണുന്നവരാണെങ്കിൽ TV കാണുന്നതിനുള്ള സൗകര്യം ഒരുക്കുക. ചിലർക്ക് ഇൻഡോർ ഗെയിംസ് കളിക്കാനായിരിക്കും താല്പര്യം. അങ്ങനെയാണെങ്കിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് സമയം അതിനായിട്ട് നമ്മൾ കണ്ടെത്തിയിരിക്കണം. ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ
ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് നല്ല കമ്മ്യൂണിക്കേഷൻ. എങ്ങനെ പേഷ്യൻറ്റുമായിട്ട് സംസാരിക്കും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബിഫോർ സ്പീക്കിംഗ് അഡ്രസ് ഹെർ ബൈ നെയിം, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, മെയിൻറ്റെയിൻ ഐ കോണ്ടാക്റ്റ്, യൂസ് നോൺ വെർബൽ ക്യൂസ്. സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആരാന്ന് പരിചയപ്പെടുത്തണം. അതിപ്പോൾ സ്വന്തം മകളാണോ മകനാണോ ആണെങ്കിലും ഓരോ പ്രാവശ്യവും പറയുന്നതിന് മുമ്പ് ഇന്ന ആളാണെന്ന് പരിചയപ്പെടുത്തുക. സംസാരിക്കുമ്പോൾ രോഗിയുടെ കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കുക, മുഖത്ത് നോക്കി തന്നെ സംസാരിക്കുക. പിന്നെ രോഗിക്ക് താല്പര്യമില്ല, വിഷമിച്ചിരിക്കുകയാണ്, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ എന്താണ് അത് മനസ്സിലാക്കി സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ദെൻ ലിമിറ്റ് ദ ഡിസ്ട്രാക്ഷൻസ് ആൻഡ് നോയ്സ്. സംസാരിക്കുന്ന സമയത്ത് വേറെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സൗണ്ടൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ TV ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ TV ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതാണ് ലിമിറ്റ് ദ ഡിസ്ട്രാക്ഷൻസ് ആൻഡ് നോയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ലിസൺ വിത്ത് യുവർ ഐസ്, ഇയേഴ്സ് ആൻഡ് ഹാർട്ട്. രോഗിയായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും രോഗി എന്താണോ പറയുന്നത്, അവരുടെ നോൺ വെർബൽ എക്സ്പ്രഷൻ എന്താണ് അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം. അതേ രീതിയിൽ ആത്മാർത്ഥമായിട്ട് വേണം രോഗിയെടുത്ത് സംസാരിക്കാൻ. ദെൻ സ്പീക്ക് ക്ലിയർലി, സ്ലോലി, യൂസ് സിമ്പിൾ ഷോർട്ട് വേർഡ്സ്. സംസാരിക്കുമ്പോൾ വ്യക്തമായിട്ട് സംസാരിക്കുക, സ്പീഡ് കുറച്ച് സംസാരിക്കുക, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായിട്ട് സംസാരിക്കുക. ദെൻ അവരെന്തെങ്കിലും കാര്യം പറയുമ്പോൾ റെസ്പോണ്ട് വിത്ത് അഫെക്ഷൻ ആൻഡ് റീഅഷ്വറൻസ്. ഓക്കെ, സ്നേഹത്തോടു കൂടി അവർ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോട് കേൾക്കുക, അവർക്ക് ആവശ്യമുള്ള സിറ്റുവേഷനിൽ ആശ്വസിപ്പിക്കുക. ദെൻ സ്റ്റേറ്റ് യുവർ മെസ്സേജ് ക്ലിയർലി. നമ്മൾ പറയുന്ന കാര്യം എന്താണോ പറയാൻ പോണത് അത് ക്ലിയറായിട്ട് വ്യക്തമായിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ആസ്ക് സിമ്പിൾ ആൻസറബിൾ ക്വസ്റ്റ്യൻസ്. അവർ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ഇനി രോഗി ഭയങ്കരമായിട്ട് വാശി പിടിച്ച് നിൽക്കുവാണ്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ അവരോട്ട് ആർഗ്യൂ ചെയ്യാൻ, വാദിക്കാൻ പോകരുത്. ദെൻ ഒത്തിരി ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് വന്ന് അടുത്തിരുന്നിട്ട് അവരുടെ കയ്യിലൊന്ന് പിടിക്കുക. ടച്ച് തെറാപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ അവരിങ്ങനെ വാശി പിടിക്കുകയാണ്, എനിക്കിങ്ങനെ നാളെ ഡൽഹി പോകണം, ഓക്കെ, അങ്ങനെ പറയുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശരി, നമുക്ക് റെഡിയാക്കാം, ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിൽ അവരുടെ ശ്രദ്ധ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഡിമെൻഷ്യ എന്ന കണ്ടീഷനെ കുറിച്ച് ഒരു ഏകദേശം ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡിമെൻഷ്യ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് മനസ്സിലാക്കി, റിസ്ക് ഫാക്ടേഴ്സ്, അതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, പിന്നെ അതിൻ്റെ കെയർ ഗൈഡ്. അതിൻ്റെ കെയർ ഗൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ജനറൽ ടേം ഫോർ എ ഡിക്ലൈൻ ഇൻ മെൻ്റൽ എബിലിറ്റി സിവിയർ ഇനഫ് ടു ഇൻ്റർഫിയർ വിത്ത് ഡെയിലി ലൈഫ്. ആൻസർ എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ആൻസർ ഡെമൻഷ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡെമൻഷ്യ? അൽഷീമേഴ്സ് ഡിസീസ്. നെക്സ്റ്റ് അസൈൻമെൻ്റ് ആണ്. As part of NSS activity in your school, you are entrusted with the responsibility of presenting the topic care of patients with dementia. Prepare a draft for the presentation. എല്ലാവരും ഇത് തയ്യാറാക്കി കൺസേൺ ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നന്ദി.